കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റുകാരെ വിമർശിച്ച് എഴുത്തുകാരൻ ടി പത്മനാഭൻ. അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പോലുള്ള വിചാരം വേണം. നല്ല ചിന്ത ആദ്യം ഉണ്ടാകേണ്ടത് മാർക്സിസ്റ്റുകാർക്ക് ആണ്. ബോംബുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത ശേഷമാണ് മന്ത്രി സമാധാന യോഗത്തിന് പങ്കെടുത്തതെന്നും പത്മനാഭന്റെ വിമർശനം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സൂര്യ സുജി ചേരുന്നു. സൂര്യ, കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പൊതുമണ്ഡലത്തിൽ. അപ്പോഴാണ് ടി പത്മനാഭന്റെ പരാമർശം, പ്രത്യേകിച്ചും മന്ത്രിയെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരാമർശം, അദ്ദേഹത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം വരുന്നത്. എങ്ങനെ വേണം വിലയിരുത്താൻ? പൂമ്പുകോട്ടെ വയോധികൻ മരിച്ച സാഹചര്യത്തിലായിരുന്നു, കൊല്ലപ്പെട്ട സാഹചര്യത്തിലായിരുന്നു ടി പത്മനാഭന്റെ ഈ വിമർശനം. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം അരുതെന്ന് പറയാൻ ആരുണ്ട് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇദ്ദേഹം പത്രത്തിൽ ഈ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കണ്ണൂരിൽ ബോംബ് പൊട്ടുന്നത് ഒരു സ്ഥിരമായ കാഴ്ച തന്നെയാണ്. ആ സമയത്ത് സമാധാന ചർച്ചകൾ കളക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. എന്നാൽ ഈ സമാധാന ചർച്ചയിൽ പങ്കെടുത്ത ഈ മന്ത്രി തന്നെ സമാധാന യോഗത്തിന് പങ്കെടുക്കുന്നതിന് മുൻപ് ബോംബുണ്ടാക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ ഈ ആളുകൾക്ക് വാങ്ങിക്കൊടുത്തതിന് ശേഷം, ബോംബ് പൊട്ടിയതിനു ശേഷമാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്ന പ്രധാനമായ ആക്ഷേപമുണ്ട്. പിന്നെ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാലത്ത് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിലകൊണ്ട ഒരാളായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലിൽ 9 മാസത്തോളം കാലം കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ പോലെ ചിന്തിക്കുന്ന മാർക്സിസ്റ്റുകാര് ഇല്ല. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ജനങ്ങൾ മാപ്പു തരില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു മുക്തി നേടാൻ മുക്തി ഉണ്ടാക്കാൻ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു മനസ്ഥിതി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും മാപ്പു തരില്ല എന്നും പറയുന്നു. ശക്തിയുള്ളവൻ ബോംബുണ്ടാക്കുന്ന ഈ പ്രക്രിയ നിർത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലക്ഷ്മി, CPM-നെ രൂക്ഷമായി വിമർശിച്ച് എഴുത്തുകാരൻ ടി പത്മനാഭൻ. ഒപ്പം കോടിയേരി ബാലകൃഷ്ണന് ആ ലേഖനത്തിൽ അദ്ദേഹം പ്രശംസയും നൽകുന്നുണ്ട്. സൂര്യ സുജിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.